ചെയ്യാൻ പോകുന്നത് റീഹീറ്റ് സൈക്കിളിൻ്റെ ഒരു പ്രോബ്ലമാണ്. റീഹീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ റാങ്കൈൻ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് റീഹീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ബേസിക് ഡയഗ്രാം. ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് തരത്തിലുള്ള ടർബൈൻസ് ഉണ്ട്. ഹൈ പ്രഷർ ടർബൈൻ ഉണ്ട്, ലോ പ്രഷർ ടർബൈൻ ഉണ്ട്. അത് കൂടാതെ ഇതിനകത്ത് റീഹീറ്റർ ഉണ്ട്. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി കണ്ടൻസർ എന്ന് പറഞ്ഞാൽ കണ്ടൻസർ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്ഷനാണ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് റിജക്ഷൻ കണ്ടൻസർ നടക്കുന്നു. അവിടെ നിന്ന് വരുന്ന ലോ പ്രഷർ വാട്ടർ നമ്മൾ പമ്പിലേക്ക് അയക്കുന്നു. പമ്പ് അതിൻ്റെ പ്രഷർ കൂട്ടി ഹൈ പ്രഷർ വാട്ടർ ആക്കുന്നു. ആ ഹൈ പ്രഷർ വാട്ടർ നേരെ ബോയിലറിലേക്ക് വിടുന്നു. ബോയിലറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇഞ്ചക്ഷനാണ്, ചൂടാക്കുകയാണ്. വെള്ളത്തെ ചൂടാക്കി സ്റ്റീമാക്കി മാറ്റുന്നു. ആ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം നേരെ ഹൈ പ്രഷർ ടർബൈനിലേക്ക് നമ്മൾ അയക്കുന്നു. അവിടെ നിന്ന് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇതിനൊന്നുകൂടെ ഹീറ്റ് ചെയ്യുന്നു, എന്ന് വെച്ചാൽ റീഹീറ്റർ. ഈ ഹൈ പ്രഷർ ടർബൈനിൽ നിന്ന് വരുന്നതിന് ഒന്നുകൂടെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്തിട്ട് നേരെ ലോ പ്രഷർ ടർബൈനിലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് പിന്നെ നേരെ കണ്ടൻസറിലേക്ക്. ഈ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റീഹീറ്റ് സൈക്കിൾ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ 30 ബാർ ആൻഡ് 0.04 ബാർ എന്നാണ്. ഈ റീഹീറ്റ് സൈക്കിൾ നടക്കുന്നത് 30 ബാറിനും 0.04 ബാറിനും ഇടയിലാണ്. അപ്പോൾ നമുക്ക് P1 = 30 ബാർ = P6 എന്ന് കൊടുക്കാം. P1 P6 ഈക്വലാണ്. കാരണം എന്ന് പറയുന്നത് 61 പ്രോസസ് എന്ന് പറയുന്നത് ബോയിലറാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ P4 എന്നാണ് 0.4 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ P4 = P5 = 0.04 എന്ന് കൊടുക്കാം. കാരണം അത് കണ്ടൻസർ ആയതുകൊണ്ടാണ് P4 = P5 ആയത്. ഇനി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സൂപ്പർ ഹീറ്റ് ആൻഡ് റീഹീറ്റ് ടെമ്പറേച്ചർ ഓഫ് 450 ഡിഗ്രി സെൽഷ്യസ്. സൂപ്പർ ഹീറ്റ് ആൻഡ് റീഹീറ്റ് ഈ 2 to 3 പ്രോസസ്സാണ് റീഹീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചറും റീഹീറ്റ് ഉണ്ടാകുന്ന ടെമ്പറേച്ചറും 450 ആണ് വന്നിട്ടുണ്ട്. പിന്നെ ദ ഫസ്റ്റ് എക്സ്പാൻഷൻ ടേക്സ് പ്ലേസ് ടിൽ ദ സ്റ്റീം ഈസ് ഡ്രൈ സാച്ചുറേറ്റഡ്. സ്റ്റീം ഡ്രൈ സാച്ചുറേറ്റഡ് ആവുന്ന പോയിൻ്റ് വരെയാണ് ഫസ്റ്റ് എക്സ്പാൻഷൻ നടക്കുന്നത്. ഈ പോയിൻ്റ് വരെയാണ് ഫസ്റ്റ് എക്സ്പാൻഷൻ നടക്കുന്നത്. പിന്നെ ഇത് റീഹീറ്റാണ് നടക്കുന്നത്. അതിനുശേഷം നടക്കുന്നത് റീഹീറ്റ്. ഇനി ക്വസ്റ്റ്യനിൽ നെഗ്ലക്റ്റിംഗ് ദ ഫീഡ് പമ്പ് വർക്ക്. ഫീഡ് പമ്പ് വർക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമൈൻ ഐഡിയൽ സൈക്കിൾ എഫിഷ്യൻസി. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഐഡിയൽ സൈക്കിൾ എഫിഷ്യൻസിയാണ്. അതെന്ന് പറയുന്നത് നെറ്റ് വർക്ക് ഡൺ ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ടർബൈൻ ചെയ്ത വർക്ക് ചെയ്യുന്നു, പമ്പിൻ്റെ വർക്ക് കുറയ്ക്കലാണ്, ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഇനി പമ്പിൻ്റെ വർക്ക് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് നെഗ്ലക്റ്റിംഗ് ദ ഫീഡ് പമ്പ് വർക്ക് എന്ന് അവിടെ അത് 0 ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി ടർബൈൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഹൈ പ്രഷർ, 2 തരത്തിലുള്ള ടർബൈൻ ഉണ്ട്, ഹൈ പ്രഷറും ലോ പ്രഷറും. അത് രണ്ടിനെയും കൂടെ വർക്കിൻ്റെ സമ്മാണ് അവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് ബോയിലറിൻ്റെയും റീഹീറ്ററിൻ്റെയും കൂടെ സമ്മ്. ഇനി വർക്ക് ഡൺ ബൈ ഹൈ പ്രഷർ ടർബൈൻ. ഹൈ പ്രഷർ ടർബൈൻ 1 to 2 പ്രോസസ്സാണ് ഹൈ പ്രഷർ ടർബൈൻ്റെത്. അപ്പോൾ അതിനകത്ത് 1 ആയിരിക്കും വലുത്, H1 - H2 അതിൻ്റെ വർക്കായി. പ്ലസ് വർക്ക് ഡൺ ബൈ ലോ പ്രഷർ ടർബൈൻ. ലോ പ്രഷർ ടർബൈൻ്റെ വർക്ക് എന്ന് പറയുന്നത് H3 - H4. കാരണം 3 to 4 പ്രോസസ്സാണ് ലോ പ്രഷർ ടർബൈൻ്റെത്. ഇനി ഹീറ്റ് ബൈ ബോയിലർ. ബോയിലർ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് H1 - H6 ആയിരിക്കും. H1 - H6 61 പ്രോസസ്സാണ് ബോയിലറുടേത്. റീഹീറ്റർ എന്ന് പറയുന്നത് H3 - H2 2 to 3 പ്രോസസ്സാണ് റീഹീറ്റ് ചെയ്യുന്നത്. 3 ഈ പോയിൻറ്റ് 3 ആണ് നമ്മൾ വലുതാക്കി എടുക്കേണ്ടത്. അപ്പോൾ H3 - H2. ഇനി നമുക്ക് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ളത് H1ഉം H2ഉം H3ഉം H4ഉം H6ഉം ആണ്. ഇത് ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇത്ര ഉണ്ടെങ്കിൽ ഈ വാല്യൂ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അറ്റ് സ്റ്റേറ്റ് 1 P1 = 30 ബാർ and T1 = 450 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റേറ്റ് 1ലുള്ള Pയും Tയും നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ആ Pയും Tയും വെച്ച് മൊളിയർ ചാർട്ട് വഴി H1ഉം S1ഉം കണ്ടുപിടിക്കണം. ഇത്രയുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആദ്യത്തെ H1 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതാണ് ഒരു മൊളിയർ ചാർട്ട്. ഇതിൽ ഈ വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എൻതാൽപ്പിയെയും ഈ ഹൊറിസോണ്ടൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എൻട്രോപ്പിയെയാണ്. നമ്മളതിലിപ്പോൾ ഉള്ളത് പ്രഷറും ടെമ്പറേച്ചറും. ഇതിൽ പ്രഷർ എവിടെ നോക്കണം. ഈ തിക്ക് ലൈനാണ് പ്രഷർ. ഈ എല്ലാ തിക്ക് ലൈൻസും പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഈ ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ഈ ലൈൻസാണ് ടെമ്പറേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 450 ഡിഗ്രി സെൽഷ്യസും 30 ബാറും നമ്മുടെ പ്രഷറായ 30 ബാറും എവിടെ മീറ്റ് ചെയ്ത് നോക്കണം. ഈ 450 ഡിഗ്രി സെൽഷ്യസിൻ്റെ ലൈനാണ് ഈ പോകുന്നത്. അതിനൊക്കെ 30 ബാർ മേലിൽ നിന്ന് താഴോട്ട് വരില്ല. ഈ ലൈൻ ഇത് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണിത്. ഈ പോയിൻ്റിൽ നിന്ന് ഇടത്തേക്ക് നോക്കിയാൽ നമുക്ക് എൻതാൽപ്പി കിട്ടും. ആ വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി റെപ്രസെൻറ്റ് ലൈനാണ്. ഏകദേശം 3350 എന്ന് കിട്ടും.
അതുപോലെ വെർട്ടിക്കലിൽ നോക്കിയാൽ എൻട്രോപ്പിയും കിട്ടും. 7.0 കഴിഞ്ഞ് കുറച്ച് പോയിൻറ്റ് നമുക്ക് 7.08 ആയിട്ട് അസ്യൂം ചെയ്തെടുക്കാം. അപ്പോൾ അവിടുത്തെ H1 കിട്ടി, S1 കിട്ടി. H1 = 3350 kJ. H1 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് H2 ആണ്. ക്വസ്റ്റ്യനിൽ നിന്നിട്ടുണ്ട് ആഫ്റ്റർ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സ്പാൻഷൻ സ്റ്റീം ബിക്കം ഡ്രൈ സാച്ചുറേറ്റഡ് എന്ന്. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ സ്റ്റീം ഡ്രൈ സാച്ചുറേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം. 1-2 പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനാണ്. നമുക്ക് H1 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. H2 കണ്ടുപിടിക്കാൻ നമുക്കിവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആകെ ഉള്ള ക്ലൂ എന്ന് പറയുന്നത് ആ പ്രോസസ്സ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണെന്നാണ്. ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ അവിടെ എൻട്രോപ്പി സെയിം ആയിരിക്കും. S1 = S2 ആയിരിക്കും. S1 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു നേരത്തെ 7.08. അത് തന്നെയായിരിക്കും S2ൻ്റെയും വാല്യൂ. ഇനി അവിടുത്തെ പ്രഷറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ എൻട്രോപ്പി ഉണ്ട്. പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റീം ടേബിൾ എടുത്ത് അതിൽ പ്രഷർ ടേബിൾ എടുക്കണം. പ്രഷർ ടേബിൾ നമ്മൾ നോക്കി വരുമ്പോൾ നമുക്ക് എൻട്രോപ്പിയുടെ വാല്യൂ നോക്കിയാൽ പോകേണ്ടത് 7.08. 7.08 വരുന്ന എൻട്രോപ്പി വാല്യൂ ഇതാ ഇവിടെ ഉണ്ട്. ഇതാണ് 7.0 വരുന്ന എൻട്രോപ്പി വാല്യൂ. അതിന് നേർക്കുള്ള പ്രഷറാണ് നമുക്ക് വേണ്ടത്, 2.3 ബാർ. അപ്പോൾ നമുക്ക് പ്രഷർ കിട്ടി. P2 = P3 = 2.3 ബാറിന് കിട്ടി. അതുപോലെ തന്നെ അവിടുത്തെ H2 കണ്ടുപിടിക്കാൻ പറ്റും. ഈ P2 എന്ന് നമ്മൾ എടുത്തേക്ക് നമുക്ക് നേരിട്ട് തന്നെ H2 കാണാം. അതല്ലാതെ നമ്മൾ ഈ P2 കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ അടുത്ത H3 കാണാനുള്ളൊരു ഇതിന് വേണ്ടിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ H2 ഇതുപോലെ കണ്ടുപിടിക്കാം. H2 = Hg ആണ്, കാരണം അത് വേപ്പറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ Hg എന്ന് പറയുമ്പോൾ 2.3ക്ക് നേരെയുള്ള Hg 2712.6. അപ്പോൾ Hg = H2 = 2712.6 kJ/kg. നമുക്ക് H3 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച P2 നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യാം. 2.3 ബാർ ഈ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ആദ്യം നമ്മൾ H1 കണ്ടുപിടിച്ചത് ഇവിടുത്തെ ഈ P1 പ്രഷറിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് നമ്മൾ H1 കണ്ടുപിടിച്ചത്. അതുപോലെ ഈ 2.3 ബാർ പ്രഷറിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ നമുക്ക് H3 കണ്ടുപിടിക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതാണ് തന്നെ 2.3 ബാർ പ്രഷറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറും വെച്ച് മോളിയർ ചാർട്ടിലാണ് നമ്മൾ H3 കാണേണ്ടത്. നേരത്തെ കണ്ടുപിടിക്കുന്ന സെയിം രീതിയാണ്. നേരത്തെ നമുക്ക് കിട്ടിയത് ഇതാണ് പ്രഷർ ലൈൻ, ഇതാണ് ടെമ്പറേച്ചർ. അപ്പോൾ ഏകദേശം രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇവിടെ ആയിട്ട് വരും. ഇതാണ് നമുക്ക് വേണ്ട 2.3 ബാറാണ്. 2.2നും 2.5നും ഇടയിലായിട്ടാണ് അത് വരുന്നത്. അതുപോലെ ടെമ്പറേച്ചർ 450 ഡിഗ്രി, അത് ഏകദേശം ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. അതിന് ലെഫ്റ്റ് സൈഡ് നോക്കാം, നമുക്ക് എൻതാൽപ്പിയും കിട്ടും. താഴേക്ക് നോക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രോപ്പിയും കിട്ടും. അപ്പോൾ നമുക്ക് മോളിയർ ചാർട്ടിൽ നിന്ന് H3 = 3380 kJ/kg എന്നും S3 = 8.35 kJ/kg Kelvin എന്നും കിട്ടും. അടുത്ത പ്രോസസ്സിലേക്ക് പോവുകയാണ് 3 to 4. 3 to 4 എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ തന്നെയാണ്. നേരത്തെ ചെയ്ത 1 to 2 ചെയ്ത അതേ പ്രോസസ്സ്. അവിടെ നമ്മൾക്ക് കിട്ടിയ ഒരേ ക്ലൂ എന്ന് പറഞ്ഞാൽ S1 = S2 എന്നുള്ളതാണ്. ഇവിടെ അതുപോലെ തന്നെ S3 = S4 ആണ് എടുക്കേണ്ടത്. S3 = S4 എടുക്കണം. നമുക്ക് S3യുടെ വാല്യൂ നേരത്തെ കിട്ടിക്കഴിഞ്ഞു, തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ S4ൻ്റെ വാല്യൂ 8.35 kJ/kg Kelvin ആണ്. നമ്മൾ ഈ 3 to 4 പ്രോസസ്സിൽ 4th സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വെറ്റ് സ്ട്രീം ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് വേപ്പർ ഡോമിനകത്താണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് മറ്റേതുപോലെയല്ല, ഇവിടെ നമുക്ക് ഡ്രൈനെസ് ഫ്രാക്ഷൻ X കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. നേരത്തെയൊക്കെ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൽ ഡ്രൈനെസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0യും സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ ഡ്രൈനെസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1ഉം ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ഇതിനകത്തായതുകൊണ്ട് എൻ്റെ ഡ്രൈനെസ് ഫ്രാക്ഷൻ നമ്മൾ കാണണം. 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ആ വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ X കാണേണ്ടിയിരിക്കുന്നു. മെയിനായിട്ട് നമ്മളതിനെ സഹായിക്കുന്ന 2 ഇക്വേഷനാണ്. ഒന്ന് S4 = SF4 + X4 SFG4, മറ്റേത് H4 = HF4 + X4 × HFG4. നമുക്ക് H4 ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിലെ ഈ വാല്യൂസ് എല്ലാം നമുക്ക് സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. X4ൻ്റെ വാല്യൂ അറിയില്ല. ആ X4ൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെയും ഈ ഇക്വേഷനിലും SF4ഉം SFG4ഉം നമുക്ക് കിട്ടും. S4 നമ്മളതിലുണ്ട്, അതുവഴി നമുക്ക് X കണ്ടുപിടിക്കാം. X എടുത്ത് നേരെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ H4 കിട്ടും.
അതിനായിട്ട് ഇതെല്ലാം കാണാനായിട്ട് സ്റ്റീം ടേബിളിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് പ്രഷറിൻ്റെ ഒരു ക്ലൂ ആണ്. ആ സ്റ്റേജിൽ പ്രഷർ 0.04 ബാറാണ്. അതുകൊണ്ട് നമുക്ക് പ്രഷർ ടേബിൾ എടുക്കാം. പ്രഷർ ടേബിളിൽ 0.040 ബാർ എടുക്കുന്നു. ആ ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SF-ഉം SFGയും HF-ഉം HFGയും കണ്ടുപിടിക്കണം. വേണ്ടേ HF, HFG, SF, SFG ഈ 4 വാല്യൂ അവിടെ നേരെ എടുത്ത് ഇവിടെ എഴുതുമ്പോൾ നമുക്ക് X4 കിട്ടും. ആ X4 നേരെ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് H4 കിട്ടും. അപ്പോൾ നമുക്ക് H4ൻ്റെ വാല്യൂ 2505.83 kJ/kg എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് നേരത്തെ പറഞ്ഞതിൽ നമ്മൾ H1, H2, H3, H4 കണ്ടുപിടിച്ചു. ഇനി H6 ആണ് വേണ്ടത്. H6 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ H5 ആദ്യം കണ്ടുപിടിക്കണം. അതുവഴിയാണ് H6ലേക്ക് പോകുന്നത്. അതുകൊണ്ട് ആദ്യം സ്റ്റേറ്റ് 5 എടുത്ത് ആ 5 സ്റ്റേറ്റ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ H5 എന്ന് പറയുന്നത് HF ആയിരിക്കും. അറ്റ് 0.04 ബാർ പ്രഷർ. അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ 0.04 ബാറാണ്. ഇവിടെ HF എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച സെയിം വാല്യൂ, തൊട്ട് മുമ്പ് കിട്ടിയ HF4ൻ്റെ സെയിം വാല്യൂ 121.4 അതാണ് ഇവിടുത്തെ HFൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് H5 കിട്ടി. ഇവിടെ 5 to 6 പ്രോസസ്സ് എന്ന് പറയുന്നത് പമ്പാണ് 5 to 6 പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ആ 5 to 6 പ്രോസസ്സിൽ H6 കാണാൻ H5 പ്ലസ് പമ്പിൻ്റെ വർക്ക് കൂടെ ആഡ് ചെയ്യണം. ഈ H5ൻ്റെ പമ്പിൻ്റെ വർക്ക് കൂടെ ആഡ് ചെയ്താലേ നമുക്ക് H6 കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പമ്പിൻ്റെ വർക്ക് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തേക്കാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പമ്പ് വർക്ക് ഇസ് നെഗ്ലക്റ്റഡ് എന്ന്. അപ്പോൾ അതിന് നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ H5 = H6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് H6ൻ്റെ വാല്യൂ അവിടെ നിന്ന് കിട്ടും 121.4 kJ/kg. ഇത്രേ ഉള്ളൂ. നമ്മൾ H1ൻ്റെയും H2ൻ്റെയും H3, H4, H6 ഈ വാല്യൂ എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആ വാല്യൂ എടുത്ത് നമ്മൾ ആദ്യം ഒരു ഡിറൈവ് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് ഐഡിയൽ റീഹീറ്റ് എഫിഷ്യൻസി കിട്ടും 0.387 എന്ന് കിട്ടും. അത് പേഴ്സൻറ്റേജിൽ ആക്കുമ്പം 38.7% എന്ന് കിട്ടും.